ചടങ്ങുകൾക്ക് വൈകിയെത്തി തെളിയിച്ച് കാരണവർ ഈ മരിച്ചു തീർന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ആൺവീട്ടുകാരിൽ എത്ര വൈകിയാലും കുഴപ്പമില്ല, പെൺവീട്ടുകാരിൽ ഒരാളും അരമിനിറ്റ് പോലും വൈകാൻ പാടില്ല എന്ന സാമൂഹ്യ നിയമവും നിലവിലുള്ളതായി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 1:30 സമയം പറഞ്ഞു ഉറച്ചിരിക്കുന്നത്. ആൺവീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇതാ സകലരും ഹാജർ. വൈകിയെത്തി വില തെളിയിക്കുന്ന കോളാമ്പി കാർണോർ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ പെൺവീട്ടുകാർ ഇനിയും എത്തിയിട്ടില്ല. ഓഹോ, 1:45 ഇല്ല, എത്തിയിട്ടില്ല എന്നു മാത്രമല്ല, ഇതാ ഞങ്ങൾ എത്തിപ്പോയി എന്ന് എളിമയിൽ ഒന്ന് വിളിച്ചു പറയലില്ലേ, അതുമില്ല. എന്തിനധികം അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. വേറൊരാളെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്, മറ്റൊരാൾ പരിധിക്ക് പുറത്ത്. അളിയൻകുട്ടിയെ വിളിച്ചപ്പോൾ വെറും കീ 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 സൗണ്ട്. ഇതെന്ത് ധിക്കാരമാടാ, മനുഷ്യരായാൽ ഇത്തിരി മാനവും മര്യാദവും ഒക്കെ വേണ്ടേ? ഇനെന്തിന് ഇവരെ കാത്തു നിൽക്കണം? ഇതെന്തിന്റെ ആവശ്യം? സമയം ഇപ്പോൾ 2:15 സംഘക്കലി ആളിപ്പടർന്നു. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു ബോധോദയമുണ്ടായി. എടാ, നീ ഫോൺ എടുക്ക്. വീട്ടിലേക്ക് ചാപ്പിട്ട് ഉമ്മ 4 വർത്താനം പറയാം. വൈകിയെത്തിയ കോലുകാർണോർ മുണ്ടുപൊക്കി ട്രൗസറിന്റെ കീശയിൽ നിന്നും പശുവിന് വിത്ത് സൂചി വെക്കാനൊരുങ്ങുന്ന മൃഗഡോക്ടറെ അനുസ്മരിച്ചുകൊണ്ട് ആ മൊബൈൽ വലിച്ചൂരിയെടുത്തു. ഇതിലടിക്കട. ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അയാൾ. അലറി. കെട്ടുചക്കൻ തന്റെ പ്രതിശ്രുത അമ്മായിയമ്മയുടെ നമ്പർ അതിൽ ഡയൽ ചെയ്തു കൊടുത്തു. യാ അഹദ്, യാ സമദ്, യാ റബ്ബ്, യാ റഹ്മാൻ. അയാൾ ഉപയോഗിച്ച പദങ്ങളിൽ ഒന്നുപോലും 4 ആൾ കൂടിയ ഒരു മാന്യ സദസ്സിൽ ഉയർത്താൻ പറ്റിയതേ അല്ല. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. മറുതലക്കിൽ ഉപ്പുപറ്റുള്ള ഒരു നനഞ്ഞ സ്ത്രീ ശബ്ദം. വിധവയായിരുന്നു അവർ. കൂലിപ്പണിയെടുത്താണ് 5-6 മക്കളെ പോറ്റി വളർത്തുന്നത്. 21 കഴിഞ്ഞ ഏറ്റവും മൂത്തതിന്റെ കല്യാണ നിശ്ചയമാണ് ഇന്ന് നടക്കാനിരുന്നത്. താഴെ 3 പെണ്ണ് ഇനിയുമുണ്ട്. നടുവൊടിഞ്ഞു പോകുമ്പോലുള്ള ഡിമാൻഡുകളാണ് ഇവർ വെച്ചിരുന്നത്. മണിയറ വേണം, സ്വർണം വേണം, പണം വേണം, 15 സെന്റ് സ്ഥലവും വേണം. പക്ഷെ അത് വൈകി വാങ്ങിച്ചു കൊടുത്താൽ മതി. മീശ പൊടിച്ചു തുടങ്ങുന്ന 2 ആൺകുട്ടികളാണ് ഇതെല്ലാം താങ്ങാനുള്ളത്. നിശ്ചയത്തിന് ചെന്നാൽ കാര്യങ്ങളെല്ലാം കാർണോർ കടുപ്പിച്ചു പറയുമെന്ന വിവരം ഉമ്മാക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. മക്കൾ ഉമ്മാന്റെ കൈപിടിച്ച് സമ്മതം വാങ്ങി ഇറങ്ങാൻ നിന്നതും ആ കണ്ണുകളിൽ നിന്ന് പേരിത്തിരിഞ്ഞു. പെട്ടെന്ന് ആ ഉമ്മയുടെ BP കൂടി കുഴഞ്ഞു വീണു. 3/4 മണിക്കൂർ കഴിഞ്ഞു അവർക്ക് ബോധം തിരികെ വന്ന് നേരെയാകാൻ. എന്നാൽ നേരത്തിനൊത്തുള്ള ആ മരണപ്പാച്ചിലിനിടെ ഒരു ട്രാവലറിന്റെ മൂലക്കിടിച്ച് അവരുടെ ആപ്പ ഓട്ടോ തലകുത്തി മറിഞ്ഞു. എല്ലാവരും ഒരുവിധം കുടഞ്ഞു നിവർന്നെണീറ്റു. ഒരാൾ മാത്രം വണ്ടിക്കിടയിൽ ഞെരക്കമറ്റ് കിടന്നു. ഈ ചുമടൊന്നും ചുമലിലേറ്റാൻ കാത്തു നിൽക്കാതെ ആ ഇളം കുടുംബനാഥൻ നടുറോഡിലൊടുങ്ങി. അതായത് ഒരു ഓട്ടോറിക്ഷയില് നിശ്ചയത്തിന് പോകാനിരിക്കെ ആയിരുന്നു ആക്സിഡന്റ് സംഭവിച്ച്. അങ്ങനെ ആ കുടുംബനാഥനായിട്ടുള്ള ചെറിയ കുട്ടി തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇയാള് വിളിച്ചിട്ട് ഫോണിൽ തെറി പറഞ്ഞിട്ടുള്ളത്. വിവരമറിഞ്ഞതും കോന്തൻ കാർണോരുടെ നാക്കിറങ്ങിപ്പോയി. ഇനി മറ്റൊരു ഹാജിയുടെ കുറ്റം കൂടി പറഞ്ഞ് നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം. അയാൾ വലിയൊരു അഹന്ത ഹാജിയാണ്. എന്തെങ്കിലും തട്ടുമുട്ട് കാര്യങ്ങൾക്ക് ആളുകൾക്കിടെ കത്തിപ്പിടിച്ച് ചൂടാകുന്ന ആളാണ് ഇദ്ദേഹം. ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതും ഒരു മുസ്ലിയാരുട്ടിയുണ്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഹാജി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. ദിക്റിനും ദുആക്കും നിൽക്കാതെ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ? പിന്നെ മറ്റോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പഠിച്ച നിങ്ങൾക്ക് തന്നെ ഒന്നിനും നേരല്ല. എന്താ മൂല്യരെ ഉമ്മ ഐസിയില കിടക്കുന്നത്? ഹാജിയാര് ചൂടാകാണ്. ജുമാ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മുസ്ലിയാരുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇവര് പഠിച്ച മുസ്ലിംമാരുട്ടികൾ തന്നെ ദിക്റിനും സലാത്തിനും അല്ലെങ്കിൽ ദുആക്കൊന്നും ഇരിക്കാതെ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഇയാൾക്ക് അരിശം മൂത്തതാണ്. ഉമ്മ ICUയിലാണോ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹാജിയാര്. ആ പാവം മുതഅല്ലിം പൂച്ചക്ക് മുന്നിൽപ്പെട്ട എലിക്കുഞ്ഞിനെ പോലെ വിറച്ചു. അയാൾ ഒരു ദീർഘയാത്രക്കാരനായിരുന്നു. തഖ്ദീമിന്റെ ജമാക്കുമ്പോൾ 2 നിസ്കാരങ്ങൾക്കിടയിൽ കൂടിയ ഫർഖ് പാടില്ല, അല്ലെങ്കിൽ താമസം പാടില്ല. അല്ലാതെ ദിക്ർ ചൊല്ലാൻ ചൊല്ലാഞ്ഞിട്ടോ അല്ല. അതിന് ഇയാൾക്ക് എന്ത് ജമ്മ്, എന്ത് ഖസ്ർ? ഹാജിയെ വിളിച്ച് ഖത്തീബ് ഉസ്താദ് കാര്യം വിശദീകരിച്ചപ്പോൾ അയാൾക്ക് എനിക്ക് കാര്യമായി തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന ഭാവത്തിൽ അമർത്തി മൂളുക മാത്രം ചെയ്തു.
ഹാജിയുടെ പ്രതികരണം ഒരു മൂളല്, എനിക്ക് കാര്യമായിട്ട് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന ഭാവത്തിലുള്ള ഒരു മൂളല് മാത്രം. അയാൾ ഇതിനു മുമ്പും ഇങ്ങനെ പല കേസുകളിലായി ഹാലിളകി പിടിക്കപ്പെട്ട് അമർത്തി മൂളേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത അഹന്തമൂത്ത മൊഷടുകാക്ക ആയതിനാലാണ് ആളുകൾ അയാൾക്ക് അഹന്തയാജി എന്ന ഓമനപ്പേര് നൽകിയത്. സുഹൃത്തെ, ഇനി വളരെ കോൺഫിഡൻഷ്യലായി ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇടം വലം നോക്കാതെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു കളയുക, ചെയ്തു കളയുക, തുടർന്ന് അതേക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടി വരിക, ഇങ്ങനെ വല്ല അനുഭവവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇടം വലം നോക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കയറി അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ ചൂടായിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഉണ്ടാവാം അല്ലെ? എന്താണ് അതിന് കാരണം? പ്രധാനമായും കോപം തന്നെ. അതിന് തുണയായി ഊഹവും, രണ്ടിന്റെയും അധ്യക്ഷനായി അഹന്തയും. ഈ തൃക്കടൽ സംഗമിക്കുന്ന മനസ്സിന്റെ കന്യാകുമാരിയിലാണ് ഈ ജാതി അബദ്ധങ്ങളുടെ നാറു ശവങ്ങളടിയുന്നത്. തല തന്നെ നമ്മിലെ മനുഷ്യത്വം ഒടുങ്ങുന്നതും. കോപം അഗ്നിയാണ്. കട്ടുണ്ടോ? കട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. കോപം അഗ്നിയാണ്. അഗ്നിക്ക് തന്റെ വായിൽ കിട്ടിയതിനെ എല്ലാം അത് ഊമ്പി ചാരമാക്കും. ഒരിക്കൽ ചാരമാക്കിയതിനെ പിന്നെയും പച്ചപ്പാക്കി മാറ്റാനാകില്ലെന്നതാണ് അഗ്നിയുടെ കാര്യമായ കഴിവുകേട്. അഗ്നിക്ക് ഒരു കോമരത്തിന്റെ കളിയാണ്. അത് പിടിച്ചാൽ ആളുറഞ്ഞു തുള്ളും, അടിക്കും, തെറി പറയും, സാധനങ്ങൾ നശിപ്പിക്കും, കണ്ണുകലങ്ങും, മുഖം ചോക്കും. പ്രലോഭനത്തിന്റെ വൈകാരിക വേളകളിൽ എന്ന പോലെ പ്രകോപനത്തിന്റെ വിപൽസന്ധികളിലും വിവേകമുള്ളവർക്ക് യുക്തിദീക്ഷയോടെ പെരുമാറാനാവും. വല്ലാത്ത ഒരു ഗുണവിശേഷണം തന്നെയാണിത്. വിശുദ്ധ ഖുർആൻ അത്തരക്കാരെ വാഴ്ത്തുകയും അവർക്ക് പ്രതിഫലത്തിന്റെ മഹാവാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ആൽ ഇമ്രാൻ അധ്യായം 134 ഷൂറ സൂറത്ത് 38 അത്തരം വാഴ്ത്തലുകൾ വായിക്കാവുന്നതാണ്. ത്വാഹ സൂറത്തിന്റെ തിരുവചനങ്ങളിലും കോപചർച്ച പിടിപ്പത് കടന്നു വരുന്നുണ്ട്. ഒരു ദിവസം സായാഹ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹചരോടൊപ്പം ഇരിക്കുകയാണ്. അപ്പോൾ ആറ്റലോർ ഒരു കൊച്ചു പ്രഭാഷണം നടത്തി. മനുഷ്യോളജി ആയിരുന്നു വിഷയം. മനുഷ്യരെ തങ്ങൾ 4 തരക്കാരാക്കി തിരിച്ചു. അതിൽ ഏറ്റവും നല്ലവരെയും ഏറ്റവും ചീത്തവരെയും തരം തിരിച്ചു പറഞ്ഞു. കോപത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ വർഗീകരണം. ചിലർക്ക് എളുപ്പം കോപം വരും, വൈകിയേ അത് കെട്ടടങ്ങും. മറ്റു ചിലർക്ക് വേഗം തിളക്കുമെന്ന പോലെ വേഗം തന്നെ കെടുകയും ചെയ്യും. വേറെ ചിലർക്ക് വൈകി തിളക്കും, പക്ഷേ വേഗം പോകും. ഇനിയും ചിലർക്ക് വൈകി തിളക്കും, വൈകിയേ കെടുകയുമുള്ളൂ. ചില പഠിച്ചിറക്കി നിന്നുകൊടുക്കും. അത് നമുക്ക് നമ്മുടെ ദേശത്തെ സ്വതന്ത്രമായി ചെലവഴിക്കാൻ പറ്റാത്ത വിധം ഉന്നതനാണ് മറ്റേയാൾ എങ്കിലാണ്. ചിലപ്പോ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ കടിച്ചിറക്കി നിന്നു കൊടുക്കും. അതെപ്പോഴാണ്? നമ്മളെക്കാൾ ശക്തനാണ് നമ്മെ ദേഷ്യം പിടിപ്പിച്ച വ്യക്തിയെങ്കിലും നമുക്ക് സഹിക്കുകയല്ലാതെ നിവൃത്തി ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അങ്ങനെ കടിച്ചിറക്കി നിൽക്കുന്നത്. അതേസമയം നമുക്ക് കീഴെയുള്ള, നാം എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരോടാണ് നമുക്ക് ഈർഷ്യ കയറുന്നതെങ്കിലോ നമ്മളെ തന്നെ അല്ലേ? എന്നിട്ടാണ് നാം ഒന്നും ചെയ്യാതെ കടിച്ചു പിടിച്ച് സഹിക്കുന്നതെങ്കിലോ പറയണോ അതിന്റെ ഒരു പോരിഷ? നമ്മൾ എന്ത് ചെയ്താലും പ്രതികരിക്കാത്ത, നമുക്ക് കീഴെയുള്ള ഒരാളോടാണ് നമുക്ക് ദേഷ്യം വന്നിട്ടും നമ്മൾ അത് സഹിച്ചു കടിച്ചു പിടിച്ചാല് അതിന് വലിയ പോരിഷയുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, നമ്മളെക്കാൾ ഉന്നതനായ ശക്തനായ ഒരാളോട് ദേഷ്യം വന്നിട്ട് നമ്മളത് സഹിക്കുന്നത് നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ്. അതിനല്ല ക്ഷമ എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രതികരിക്കാൻ നമുക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് അതിനാണ് ശ്രേഷ്ഠത. ഹദീസിൽ അത് എടുത്തു പറയുന്നുണ്ട്. കോപപ്പെട്ടാൽ പിന്നെ കണ്ണും മൂക്കുണ്ടാവില്ല. ആയതുകൊണ്ടാണ് ആറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത്, കോപമുറഞ്ഞ വിധികർത്താവ് അന്നേരം വിധി പറയാൻ പാടില്ല. അതായത് ജഡ്ജി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാക്കിമായിക്കോട്ടെ, കോപമുള്ള സമയത്ത് അയാള് വിധി പ്രഖ്യാപിക്കാൻ പാടില്ല. കാരണം ആ കോപം അയാളുടെ വിധിയെ സ്വാധീനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ശക്തി അളക്കപ്പെടുന്നത്
അടിപ്പോരിമയിലൂടെയാണ്. ആൾ ഭയങ്കരനാണ്, 10-20 ആൾ ഒന്നിച്ചു വന്നാലൊന്നും ലവലേശമില്ല എന്നൊക്കെ അടിവീരന്മാരെ പറ്റി ആളുകൾ പുകഴ്പ്പ് പറയാറുണ്ട്. പക്ഷെ ആലോചിക്കേണ്ട കാര്യം 20 പേരെ അടിച്ചു മലർത്തുന്ന ഒരാൾക്ക് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന തമാശ നിറഞ്ഞ ഉൾപ്പൊരുളിനെ പറ്റിയാണ്. കോപമുറഞ്ഞാൽ പിരിപൊട്ടിയ കോമാളിയായി അയാൾ തരം താഴ്ന്നു എന്നാണല്ലോ അതിനർത്ഥം. ഹദീസിലുണ്ട്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് കോപവേളയിൽ സ്വശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. എത്ര ആഴമുണ്ട് ആ വാക്കിന്. യഥാർത്ഥത്തിൽ നാം നിർമ്മിച്ചെടുക്കുന്നതല്ല കോപം എന്നത്, അത് നമ്മിൽ നിന്ന് പതഞ്ഞു പൊന്തുന്നതാണ്. ആളുടെ പദത്തനുസരിച്ച് ഇതിന്റെ തീവ്രതക്കും സാന്ദ്രതക്കും വ്യത്യാസം വരും. യൂനുസ് നബി അലൈഹിസ്സലാമിനെ നോക്കൂ. മഹാനോരുടെ കോപത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. തന്റെ പ്രബോധിതരുടെ കൊടിയ ധിക്കാരം കണ്ടു സഹിക്കാനാവാതെ ധാർമ്മിക രോഷം പൂണ്ട് നാടുവിടുകയായിരുന്നു മഹാൻ. മൂസാ നബി അലൈഹിസ്സലാമും രോഷത്തിന്റെ കാര്യത്തിൽ ഊക്കനായിരുന്നു എന്ന് ആ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നിങ്ങൾ ഉമറിന്റെ കോപം കരുതിയിരുന്നോളനെ, ഉമർ കോപിച്ചാൽ അള്ളാഹുവും കോപിക്കും കേട്ടോ എന്നുണർത്തിയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മെഹ്റാജ് രാത്രിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരുവെച്ച വമ്പൻ കൊട്ടാരം കണ്ണിൽപ്പെട്ടു. സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹ്റാജിന്റെ രാത്രി ചെന്നപ്പോൾ ഒരു വലിയൊരു കൊട്ടാരം, ആകർഷണീയമായ ഈ കൊട്ടാരം ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയർക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാര്യമായ കാലിടർച്ചകൾ ഉണ്ടാകും. കോപാന്ധതയാൽ ഉറഞ്ഞുതുള്ളുന്നവനെ ആരും ഇഷ്ടപ്പെടില്ല. കപടമായി ആദരിക്കുകയോ പുറംപൂച്ചിൽ പേടിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. മുൻകോപി സർവരാലും കൈയൊഴിക്കപ്പെട്ട് മൂലക്കാക്കപ്പെടുകയാണ് ചെയ്യുക. ആയതുകൊണ്ടായിരിക്കണം കാര്യമായ ഒരു ഉപദേശം തേടി വന്ന ആളിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന് മാത്രം പറഞ്ഞത്. പിന്നെയും 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 ആവർത്തിച്ചാവശ്യപ്പെട്ടപ്പോഴും ഉത്തരം ഒന്ന് തന്നെയായിരുന്നു, നീ കോപിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തരോടും ഒരേ ചോദ്യത്തിൽ നിന്ന് തന്നെ പല ആളുകൾക്കും പല ഉത്തരം നൽകിയതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. ഓരോരുത്തരെയും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വരുന്നൊരു മനുഷ്യന്റെ ചോദ്യം, അദ്ദേഹത്തിന്റെ പ്രകൃതം എന്താണ്, അദ്ദേഹത്തിന്റെ മനസ്സ് ഏത് വിധത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നോക്കി കണ്ടുകൊണ്ടാണ് അയാളോട് അത്തരത്തിലുള്ള മറുപടി നൽകുന്നത്. ഈ വന്ന് ചോദിച്ച, എന്നെ ഒന്ന് ഉപദേശിക്കൂ, എനിക്ക് നല്ലൊരു ഉപദേശം നൽകൂ എന്ന് വന്ന് പറഞ്ഞ ആളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ കോപിക്കരുത് എന്നാണ് പറയുന്നത്. അയാള് വല്ലാതെ പെട്ടെന്ന് കോപം വരുന്നൊരു മനുഷ്യനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട് മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴൊക്കെ നീ കോപിക്കരുത് എന്ന് മാത്രം പറഞ്ഞ് തിരിച്ചയച്ചത്. ഒറ്റയടിക്ക് പറിച്ചു മാറ്റാവതല്ല കോപം, അതിന് ക്രമപ്രവൃത്തമായ പരിശീലനം വേണം. ശരീരത്തെയും മനസ്സിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. കൗൺസിലിംഗ് ആണ് ഒന്നാമത്തേത്. കോപത്തെക്കുറിച്ച് വന്ന ഹദീസുകളെല്ലാം അതേക്കുറിച്ച് യാഥാർത്ഥ്യ ബോധം സൃഷ്ടിക്കുന്ന ഒന്നാം തരം കൗൺസിലിംഗ് കണ്ടന്റുകളാണ്. മറ്റൊന്ന് ഒരു തരം ഓട്ടോ സജഷനാണ്. കോപപ്പെടൽ ഒരു തരം പിശാച് കയറ്റമാണ്. അപ്പോൾ പിശാചിനെ തൊട്ട് കാവൽ തേടിയുള്ള വചനം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് കോപം വരുമ്പോൾ പറയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. തീ കെടുത്തുന്ന ഒരു സാധനം വെള്ളമാണല്ലോ. കോപം എന്നുള്ളതിനൊരു തീയോട് ഉപയോഗിക്കുകയാണ്. തീ കെടുത്തുന്ന സാധനം എന്താണ്? വെള്ളം. അപ്പോ ആ കോപമാകുന്ന തീ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പിടികൂടുമ്പോൾ വുളൂ എടുത്തുകൊണ്ട്, വെള്ളം കൊണ്ട് വുളൂ എടുക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുന്നത്. മണ്ണാണ് തീയുടെ മറ്റൊരന്തകൻ. തീ കെടുത്താന് നമ്മൾ മണ്ണ് വാരിയിട്ടാലും തീ കെടും അല്ലേ? അപ്പോ കോപം വന്നാൽ മണ്ണിനോട് ചേർന്ന് നിൽക്കട്ടെ എന്നും ഹദീസിലുണ്ട്. അതായത് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കണം എന്നൊക്കെ മണ്ണിനോട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോ നിയന്ത്രണ വിധേയമല്ലാത്ത കോപം ഏതായാലും വളരെ അപകടകരമാണത്. നമ്മയും കൊണ്ട് അത് പോകും എന്ന് വെച്ച് അശേഷം കോപിക്കാനാകാത്ത അതിനിർവികാരനുമായി പോകരുത്. അത്യാവശ്യ ഘട്ടത്തിൽ പോലും കോപിക്കാൻ കഴിയാത്തവൻ കഴുതയാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്.
അപ്പോ നമ്മയൊക്കെ പലപ്പോഴും ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ, അതായത് ഇന്നൊക്കെ എല്ലാവരും വലിയ ടെൻഷനിലാണ് ജീവിക്കുന്നത്. ഒരുപാട് ടെൻഷനുകൾ, ഒരുപാട് തിരക്കുകളും, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു തീർക്കേണ്ടതും ഒക്കെയുള്ള ഈ ലോകത്ത്, തിരക്കുകളുടെ ഈ ലോകത്ത് മനുഷ്യന് പെട്ടെന്ന് കോപം വരും. താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ അവൻ പെട്ടെന്ന് കോപത്തിന് അടിപ്പെട്ടു പോവുകയും പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു പോവുകയും ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തു പോവുകയും ഒക്കെ ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കോപത്തെ കുറിച്ചുള്ള ഈ ഒരു ലേഖനം വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നി. കോപത്തെ നിയന്ത്രിക്കുന്നവനാണ്, അല്ലാതെ റസ്ലിംഗിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുസ്തി ചാമ്പ്യൻഷിപ്പിലോ എതിരാളികളെ മലർത്തിയടിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ. മറിച്ച് സ്വന്തം ശരീരത്തിന്റെ മേൽ നിയന്ത്രണം, സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ശക്തൻ. അവനേക്കാൾ വലിയ ഒരു ശക്തനില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആ ഒരു ശക്തി നേടാൻ പെട്ടെന്നൊരിക്കലും ഒരു ദിവസം കൊണ്ട് കോപത്തെ ഞാനിനി നാളെ മുതൽ കോപിക്കില്ല എന്നൊരാള്, നല്ല കോപം വരുന്ന ഒരാൾ തീരുമാനിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് അദ്ദേഹം ഈ കോപം എന്നുള്ളതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നന്നായി ബോധവാനാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപത്തെ കുറിച്ച് ഉണർത്തിയിട്ടുള്ള ആ മോശം കാര്യങ്ങളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. കോപം എന്നുള്ളത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ കോപിക്കുന്ന സമയത്താണ് അവൻ ഏറ്റവും വിരൂപനാകുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും വിരൂപനാകുന്നത് കോപിക്കുന്ന സമയത്താണ്. ആ സമയത്ത് അവന്റെ മുഖം അവനൊന്ന് കണ്ടാൽ തന്നെ അവൻ പിന്നീട് ഒരിക്കലും കോപിക്കുകയില്ല. കാരണം അത്രത്തോളം മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു മുഖഭാവമാണ് ഒരാളുടെ കോപാവസ്ഥയിൽ. അതുപോലെ തന്നെ അവന്റെ മുൻകോപികളെ എല്ലാവരും ചിലപ്പോ അവൻ വലിയ ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണുമ്പോൾ അവര് കപട ഭവ്യതയ്ക്ക് പ്രകടിപ്പിച്ചാൽ പോലും യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് നമ്മോട് വലിയ വെറുപ്പായിരിക്കും. അത്തരക്കാരെ മുൻകോപികളെ ആരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു വിപത്തായ കോപം കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ്, എത്ര വലിയ കലാപങ്ങളും വിപത്തുകളുമാണ് ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോപത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, കോപം വരുമ്പോൾ ഇത് പിശാചിൽ നിന്നുള്ളതാണ് എന്നുള്ള, കോപം വരുമ്പോൾ പിശാചിനെ ഓർക്കാമെന്ന് അബൂ റയ്യാൻ ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. അതായത് പിശാചിനെ ഓർക്കുന്നത് കൊണ്ട് കാര്യമുണ്ട്, ഗുണമുണ്ട് എന്ന് പിശാച് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഒന്ന് കോപം വരുമ്പോഴാണ്. കോപം വരുമ്പോ ഇത് പിശാചിൽ നിന്നുള്ളതാണ്, എന്നെ കൊണ്ട് പിശാച് എല്ലാ ബോധം വന്നാൽ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊരു 4-5 പ്രാവശ്യം അങ്ങോട്ട് ഉരുവിട്ടാൽ അവനങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കോളും. അതുപോലെ ഉളു എടുക്കുക, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക, അങ്ങനെയൊക്കെ ഹദീസിൽ വന്നിട്ട് നിരണങ്ങളൊക്കെ നമ്മള്. പക്ഷെ പലർക്കും കോപാവസ്ഥയിൽ അതിന് കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളിങ്ങനെ കോപിച്ച് മുഖം ചുവന്ന് നിൽക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞു, നിങ്ങള് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ അയാളുടെ മറുപടി എന്തായിരുന്നു? എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നായിരുന്നു. അപ്പൊ കോപാവസ്ഥയിൽ ആർക്കും അതൊന്നും ചിന്തിക്കാനൊന്നുള്ള ഒരു മനസ്സാന്നിധ്യം കിട്ടില്ല. അതിന്റെ ആ ഒരു ശരീരത്തിന്റെ കെമിസ്ട്രി തന്നെ മാറിപ്പോവുകയാണ്. അപ്പൊ അവന്റെ തലച്ചോറിലേക്ക് ചെല്ലുന്ന ആ ചിന്തയുടെ ധമനികളൊക്കെ കട്ടായി പോകുന്ന ഒരവസ്ഥ, അന്ധത ബാധിക്കുന്ന ഒരവസ്ഥയിൽ അവനക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുകയില്ല. പക്ഷെ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊരു ബോധവാനാവുകയും എനിക്ക് കോപം വരുന്നുണ്ട്, ഇടക്ക് കോപം വരുമ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും വാക്കുകളെ പോലെ മുറിപ്പെടുത്തുന്ന മറ്റൊരായുധം ഈ ലോകത്തില്ല. വാളുകൊണ്ടുള്ള മുറിവായാലും കത്തി കൊണ്ടുള്ള മുറിവായാലും ഒക്കെ അത് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അതിനെക്കുറിച്ച് ആ വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരാളുടെ മനസ്സ് മുറിപ്പെടുത്തിയാൽ, ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയാൽ അത് ഉണങ്ങണമെങ്കിൽ കാലങ്ങൾ കൊണ്ട് ഉണക്കാൻ കഴിയാത്ത മുറിവുകളാണ് പലപ്പോഴും വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്നത്. ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരാളുടെ മനസ്സ് മുറിപ്പെടുത്തുന്നതിനുള്ള കാരണം എന്താണ്? അനിയന്ത്രിതമായ കോപമാണ്. അതുകൊണ്ട് തന്നെ കോപത്തെ സൂക്ഷിക്കുക. കോപം വരുമ്പോൾ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന്, അത് എന്റെ വീര്യമോ അല്ല
പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് മുമ്പിൽ എന്റെ വീക്ക്നെസ് ആണ്, എന്റെ ബലഹീനതയാണ് എന്റെ കോപത്തിലൂടെ തുറന്നു കാണിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്കൊക്കെ അതിൽ നിന്ന്, ഞാൻ ഏറ്റവും ബലഹീനനായി പോകുന്ന ഒരു സന്ദർഭമാണ് കോപിക്കുന്ന സന്ദർഭം. പലരുടെയും വിചാരം കോപിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ ഇവനെ പേടിക്കുകയും ഇവൻ വലിയ ധീരനാണെന്ന് ധരിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ്. പക്ഷേ ഇവൻ എത്രത്തോളം ശാരീരികവും മാനസികവുമായി ബലഹീനനാണ് എന്നുള്ളതാണ് ആ കോപം വരുന്നതിലൂടെ, പെട്ടെന്ന് കോപിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ബലഹീനരാകാതെ ശക്തരാകാൻ ശ്രമിക്കുക, അതിന് കോപത്തെ അടക്കി നിർത്തുവാൻ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്, ഇനി ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം. ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവരാൻ ഹജ്ജാജ് ഓർഡർ ഇടുകയാണ്. അങ്ങനെ അതിബിനേർ വന്നോ ഹജ്ജാജ് ചോദിക്കുകയാണ്, നിങ്ങള് അന്ത ഷഖി ബിൻ കസീർ, ഇബ്നു കസീറിന്റെ ഷഖിയാണ്, സഹോദരനാണ്. അതായത് ഇബ്നു ജുബൈറിനെ ഇബ്നു കസീർ ആക്കുകയാണ് അദ്ദേഹം. അപ്പോൾ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, ഉമ്മി ആലമു ബിസ്മിഹീന ഇസ്മത്ത്, എന്റെ ഉമ്മാക്കേ അറിയുള്ളൂ ഏത് അവസരത്തിലാണ് എനിക്കിങ്ങനെ പേരിട്ട് എന്നുള്ളത് എന്റെ ഉമ്മാക്ക് അറിയുന്ന കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഹജ്ജാജിന് കോപം വന്നു. അവനത് കേട്ടപ്പോഴത്തേക്കും കോപം വന്ന്, അപ്പൊ ഷഖീത്ത് സഈദ് ബിൻ ജുബൈർ എന്നുള്ളത് അവന് ഷഖീബിന് കസീർ, അതായത് സഈദ് എന്നുള്ളതിന്റെ ആക്സ് ആണ്, വിപരീതമാണ് ഷഖീ എന്നുള്ളത്. സഈദ് എന്ന് പറഞ്ഞാല് ഭാഗ്യവാൻ എന്നും ഷഖീ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാൻ എന്നുമാണല്ലോ. അപ്പൊ സഈദ് ബിൻ ജുബൈർ എന്നുള്ളത് ഷഖീബിന് കസീർ എന്ന് തിരുത്തിയിട്ടാണ് ഇത് ആക്സാക്കിക്കൊണ്ട്, വിപരീതം ആണ് ഇയാൾ ചോദിക്കുന്നത് ഹജ്ജാജ് ബിൻ യൂസുഫ്. അന്ത ഷഖീബിന് കസീർ എന്ന് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ ഇപ്പൊ എന്റെ ഉമ്മാക്കുള്ള അറിയാം എന്റെ പേരിട്ട സന്ദർഭത്തിൽ എന്താണ് പേര് എന്നുള്ളത് എന്നുള്ള രീതിയിൽ മറുപടി നൽകുകയാണ് ഇദ്ദേഹം. അത് കേട്ടപ്പോ അവന് കോപം വന്ന ഹജ്ജാജിന്, ഇവന്റെ കോപമാണ് ഇവനെ യഥാർത്ഥത്തിൽ നിർഭാഗ്യവാനാക്കിയത്. ഷഖീത്ത് ഉമ്മക്ക്, നീയും നിന്റെ ഉമ്മയൊക്കെ ഭാഗ്യം കെട്ടവരാണ് എന്നുള്ള രീതിയിൽ അവന് ചീത്ത പറയുകയാണ്. അപ്പൊ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഒരാള് നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് നിർഭാഗ്യവാനാകുന്നത്? അയാളും അഹ്ലുന്നാരാണ് നിർഭാഗ്യവാന്മാർ. യഥാർത്ഥത്തിൽ നിർഭാഗ്യവാന്മാരെന്ന് പറയുന്നത് നരകാവകാശികളാണ്. നിനക്ക് ഗൈബ് അറിയോ? ഞാനും എന്റെ ഉമ്മയൊക്കെ നരകത്തിലാണ് എന്നുള്ളത് നീ എങ്ങനെ മനസ്സിലാക്കി? നിനക്ക് ഗൈബ് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹജ്ജാജ് മറുപടി പറയുകയാണ്, നിന്റെ ദുനിയാവിനെ ഞാന് നാറാക്കി മാറ്റും, നിന്റെ ദുനിയാവിനെ ഞാൻ തീയാക്കിയിട്ട് മറുപടി പറയണം. അപ്പൊ സഈദ് ബിൻ ജുബൈർ മറുപടി പറയുന്നു, നിനക്ക് അത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലാണ് നരകവും സ്വർഗവും ഒക്കെ എങ്കിൽ അള്ളാഹിനെ കൂടാതെ നിന്നെ ഞാൻ ആരാധിക്കുമായിരുന്നു. അതനുസരിച്ചുള്ള ഒരു വർത്താനമാണ് പറയുന്നത്. നീ അത്രക്കും കഴിവുള്ളവനാണെങ്കിൽ നിന്നെ ആരാധിക്കണമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഹജ്ജാജ് ചോദിച്ചു, എന്താ എന്നെ പറ്റി വിചാരിച്ചത്, എന്താണ് എന്നെ പറ്റി നിന്റെ അഭിപ്രായം? അപ്പൊ സഈദ് പറഞ്ഞു, നീ ലാലിമാണ്, ഒരുപാട് മുസ്ലിങ്ങളുടെ രക്തത്തിന് അള്ളാഹിന്റെ മുന്നിൽ മറുപടി പറയേണ്ട നീ ധീരയുടെ മറുപടി നൽകുകയാണ്. ഇത് കേട്ട് കൂടുതൽ കോപാക്രാന്തനായ ഹജ്ജാജ് പറയുകയാണ്, ഇഖ്തർ ലി നഫ്സക് ഖത്ലത്ത് യാ സഈദ്, അതായത് ഏത് രൂപത്തിൽ മരിക്കണം എന്ന് നീ തീരുമാനിച്ചു പറയും. നിന്നെ കൊല്ലാൻ പോവുകയാണ്, എങ്ങനെ മരിക്കണം എന്ന് നീ തീരുമാനിച്ചോ? അപ്പൊ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നീ തീരുമാനിച്ചോ നിന്റെ മരണം എങ്ങനെയായിരുന്നെന്ന്. കാരണം എന്നെ നീ കൊന്നാല് അതേപോലെ നിന്നെയും അള്ളാഹു വധിക്കും, അതുകൊണ്ട് നീ തീരുമാനിച്ചോ എങ്ങനെ വേണം എന്നുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹം വധിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ആ ഒരു പട്ടാളക്കാരൻ അവന്റെ ഭടൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ ഖിബിലക്ക് മുന്നിട്ടിട്ട് കടത്തു, ഞാൻ ഖിബിലക്ക് തിരിഞ്ഞ് മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ
അങ്ങനെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനൊരുങ്ങുമ്പോൾ ഹജ്ജാജ് പറയാണ് ഗയ്യറു വജ്ഹഹു അനിൽ ഖിബ്ല, ഖിബ്ലയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അവന്റെ മുഖം മാറ്റണം, സഈദിനെ ഖിബ്ലയിൽ നിന്നും മാറ്റൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഖിബ്ലയ്ക്ക് എതിർവശത്തേക്ക് തിരിച്ചു കടത്തുകയാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ. അപ്പോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? വല്ലാഹു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അല്ലാഹുവിനാണ്, ഖുർആൻ ആയത്തുകൾ തന്നെയാണ് അപ്പോഴും അദ്ദേഹം ഉരുവിടുന്നത്. മശ്രിഖും മഗ്രിബും ഏത് ദിശയിലേക്ക് കടത്തിയാലും നിങ്ങൾക്ക് അവിടെ അല്ലാഹുവിനെ ദർശിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ള ആ ആയത്ത് ഓതിയപ്പോ ഹജ്ജാജ് പറയുകയാണ്, അവന്റെ മുഖം ഭൂമിയിലേക്ക് അവന്റെ മുഖം താഴ്ത്തി വെക്കൂ എന്ന് കൽപ്പിക്കുകയാണ്, അങ്ങനെ വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സഈദ് റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ആയത്ത് ഓതുകയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്നുള്ള ആ ആയത്ത് ഓതുകയാണ്. ഇത് കേട്ട ഹജ്ജാജ് കോപാക്രാന്തനായിക്കൊണ്ട് അലറുകയാണ്, പെട്ടെന്ന് അവനെ കൊല്ലൂ, ഇവന് എത്ര പെട്ടെന്നാണ് ആയത്തുകൾ ഇവന്റെ നാവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അവനെ പെട്ടെന്ന് വധിക്കൂ എന്ന് പറയുകയാണ്. അപ്പൊ സഈദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഖുദ്ഹാ മിന്നി യാ ഹജ്ജാജ് ഹത്താ അൽഖാക ബിഹാ യൗമൽ ഖിയാമ, നിന്നെ യൗമുൽ ഖിയാമത്തിൽ നമുക്ക് കാണാം, വിചാരണയുടെ നാളിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സഈദ് ജുബൈർ മരണസമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിതുഹു അലാ അഹദിൻ ബാദി, എനിക്ക് ശേഷം ഈ ഹജ്ജാജ് മറ്റൊരാളുടെ മേലിലും കുതിര കയറാനുള്ള അല്ലെങ്കിൽ മറ്റൊരാളെയും വധിക്കുവാനുള്ള മറ്റൊരാളെയും ആക്രമിക്കുവാനുള്ള ഒരു അവസരം നൽകരുത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ വധിക്കപ്പെട്ടതിനു ശേഷം ഹജ്ജാജ് രാത്രി കടന്നുറങ്ങാൻ അദ്ദേഹത്തിന് കഴിയാതായി. അയാൾ കടന്നുറങ്ങിയാൽ അപ്പോ അദ്ദേഹം പറയുകയും, മാലി വലി സഈദ് ഇബ്നു ജുബൈർ കുല്ലമ അറത്തു നൗമ അഖദു ബിരിജ്ലി, അതായത് അയാൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വന്ന് അയാളുടെ കാലിൽ പിടിച്ചു വലിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. 15 ദിവസം മാത്രമാണ് പിന്നീട് ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ദുഷ്ടൻ ജീവിച്ചത്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചിട്ട് കേവലം 15 ദിവസങ്ങൾ മാത്രമാണ് ഇയാൾ ജീവിച്ചത്. ഒരു മനുഷ്യനെയും സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഒരു മനുഷ്യനെയും ഇയാൾ പിന്നെ ആക്രമിച്ചിട്ടില്ല. കാരണം സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കോപങ്ങളുള്ള ആളുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കോപത്തിന് അടിപ്പെടുന്നതിൽ നിന്നും നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അൻഹുവിന്റെ ഒരു ചെറിയ ക്ഷമയുടെ പര്യായമായിരുന്നു മഹാനവർകൾ. അദ്ദേഹത്തിനൊരു രോഗം വന്നുകൊണ്ട് മുറിക്ക് വന്നു. അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു മകനും മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു വാഹനമായിരുന്ന കുതിരപ്പുറത്ത് നിന്ന് വീണിട്ട് അദ്ദേഹത്തിന്റെ മകനും മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ കാലും മുറിച്ചു. അപ്പോ ഉർവത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയതാനി സബഅത്ത് അബ്നാഇ വ അഖദ വാഹിദ, എനിക്ക് നീ 7 മക്കളെ തന്ന് ഒരു മകനെ മാത്രമേ നീ എടുത്തുള്ളൂ. അർബഅ അത്റാഫ് വ അഖദ വാഹിദൻ, അത് 2 കൈകളും 2 കാലുകളും ഒക്കെ തന്നിട്ട് അതിൽ നിന്നും ഒരു കാല് മാത്രമല്ലേ എനിക്ക് മുറിച്ചു കളയേണ്ടി വന്നുള്ളൂ, നീ എടുത്തുള്ളൂ. അപ്പോ നീ ആഫിയത്ത് തരികയാണെങ്കിൽ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ എന്നൊക്കെ മല്ലില്ല പറയുകയാണ്. ഇങ്ങനെ ഒരു ദിവസത്തില് ഒരു മനുഷ്യൻ ഖലീഫയുടെ മജ്ലിസിൽ വരികയാണ്.
മറ്റൊരു മനുഷ്യൻ ഖലീഫയുടെ അങ്ങനെ ഉർവ റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ അവിടുത്തെ ഭരണാധികാരിയുടെ സദസ്സിൽ വരികയാണ്. അദ്ദേഹം ഒരു വയസ്സനായിരുന്നു, വൃദ്ധനായിരുന്നു, അദ്ദേഹത്തിന് കുരുടനുമായിരുന്നു, അദ്ദേഹത്തിന് കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. കാഴ്ചയില്ലാത്ത കുരുടനായ ഒരു വ്യക്തി ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അങ്ങനെ ഉർവ റളിയല്ലാഹു അൻഹു എപ്പോഴും അവിടെ ഹാജരുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ രാജാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഖലീഫ പറഞ്ഞു, യാ ഉർവ, ഇദ്ദേഹത്തോട് ഈ ഷെയ്ഖിന്റെ, ഈ വൃദ്ധന്റെ ഖിസ്സ എന്താണെന്ന് ചോദിക്കൂ. അദ്ദേഹം ആകെ അവശനാണ്, വൃദ്ധനാണ്, കണ്ണും കാണുന്നില്ല, എന്താണ് അയാളുടെ ഖിസ്സ എന്ന് നമുക്ക് അയാളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കഥ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അദ്ദേഹം ഒരു താഴ്വരയിലായിരുന്നു വസിച്ചിരുന്നത്. ആ താഴ്വരയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നത്ര അദ്ദേഹം. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഒട്ടകങ്ങളും ആടുകളും മക്കളും നല്ല വീടും ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ധനികനായിരുന്ന ആ താഴ്വരയിലെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഭയങ്കരമായ മഴ പെയ്ത് വെള്ളം കുത്തിയൊലിച്ച് ഇയാളുടെ മുതലും വീടും എല്ലാം തകർന്ന് തരിപ്പണമായി, എല്ലാം ഒഴുകിപ്പോയി. അങ്ങനെ അദ്ദേഹം സൂര്യൻ ഉദിച്ചപ്പോ, ഒരു രാത്രി സംഭവിച്ച ഈ സംഭവത്തിന് ശേഷം സൂര്യൻ ഉദിച്ചപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്തുള്ളത് ആകെ ഒരു മകൻ, ഒരു ചെറിയ കുഞ്ഞു മോനും ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ്. അത് വലിയ ഒരു വെള്ളപ്പൊക്കമാണ് അവിടെ സംഭവിച്ചത്. നമുക്കറിയാം, കുന്നിൻ ചെരുവിലൂടെ മഴ പെയ്ത് വെള്ളം ഒലിച്ചു വന്നാൽ ഉരുൾപൊട്ടൽ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ. ആ ഉരുൾപൊട്ടലില് അദ്ദേഹത്തിന് ഒരൊറ്റ മകനും ഒരു ഒട്ടകം മാത്രം ബാക്കിയായി. ഈ ഒട്ടകമാണെങ്കിലോ നേരം വെളുത്തപ്പോ അവിടെ ഓടിപ്പോയി. ഒട്ടകം വിറളി പിടിച്ച് ഇയാളുടെ കൺമുന്നിൽ നിന്നിരുന്ന ഒട്ടകം ഓടിപ്പോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ചെറിയ കുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു. ആകെ ഒരു ഒട്ടകം തന്നെ ബാക്കിയുള്ളൂ, അതുകൂടി നഷ്ടപ്പെട്ടാൽ ജീവിതം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു പോയി. അങ്ങനെ കുറച്ച് ഒട്ടകത്തിന്റെ പിന്നാലെ പോയപ്പോ കുട്ടിയുടെ കരച്ചിലൊരു ശബ്ദം കേട്ടു. കരച്ചിൽ ശബ്ദം കേട്ടപ്പോ കുട്ടിയെ ഒരു ചെന്നായ കടിക്കുന്നു. അപ്പൊ ഓടി പോയ ചെന്നായ ആ കുട്ടിയുടെ, ചെറിയ കുട്ടിയുടെ കഴുത്തിരുന്നു. ആ കുട്ടി മരണപ്പെടുകയാണ്. അപ്പൊ അയാള് വളരെ ദുഃഖിതനായി, ആകെ ഉണ്ടായിരുന്നൊരു പൊന്നു മോനെ ചെന്നായ കൊന്നു. ഒട്ടകമാണെങ്കിൽ ഓടിപ്പോയി, ഇനി ആ ഒട്ടകത്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അയാൾ ആ ഒട്ടകത്തിന്റെ പിന്നാലെ തന്നെ പാഞ്ഞു ചെല്ലുകയാണ്. അങ്ങനെ ആ ഒട്ടകത്തിന്റെ പിന്നിലെത്തിയപ്പോൾ ഒട്ടകം ഒരു തൊഴി വെച്ചു കൊടുക്കുകയാണ് ഇയാളെ. നേരെ മുഖത്ത് കൊണ്ട് 2 കണ്ണും കാണാതായി. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അയാള് ഖലീഫയുടെ അടുത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോ ഉർവ റളിയല്ലാഹു അൻഹു ഇയാളുടെ ചരിത്രം കേട്ടപ്പോ ചോദിക്കുകയാണ്, വമാ തഖൂലു യാ ശൈഖ് ബഅദ ഹാദാ, ഇപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ശേഷം നിങ്ങൾ എന്താണ് പറയുന്നത് യാ ശൈഖ് എന്ന് ചോദിച്ചു. അതായത് മുതലും ഒരു സന്താനം ഉണ്ടായിരുന്നത് അതും പോയി, കാഴ്ചയും നഷ്ടപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, അഖൂലു അല്ലാഹുമ്മ ലക്കൽ ഹംദ് തറക ലീ ഖൽബൻ ആമിറൻ വലിസാനൻ ദാക്കിറ. അയാൾ പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഖൽബൻ ആമിറായിട്ടുള്ള ഒരു കൽബ്, അതായത് ഭ്രാന്ത് വരാത്ത നല്ലൊരു കൽബ് അയാൾക്ക് ലഭിച്ചു. വലിസാനൻ ദാക്കിറൻ, അള്ളാഹിനെ ശുക്ർ ചെയ്യാൻ വേണ്ടി, അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയുള്ള നാവിനും അദ്ദേഹത്തിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ നാവിനും ഹൃദയത്തിനും ഒന്നും അദ്ദേഹത്തിന് കുഴപ്പം വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു കാര്യം, അതൊരു വലിയ അനുഗ്രഹമായിക്കൊണ്ട് അയാൾ എണ്ണിക്കൊണ്ട് അള്ളാഹിനെ സ്തുതിക്കുകയാണ്. ഇതാണ് സബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്. ും അല്ലെങ്കിൽ ഒരു വയറുവേദന വരുമ്പോഴേക്കും, അല്ലെങ്കിൽ 2-3 ദിവസം വിട്ടുമാറാത്ത ഒരു തലവേദന വരുമ്പോഴേക്കും നമ്മൾ അള്ളാഹിനോട് എത്രത്തോളമാണ് പരാതിപ്പെടുന്നത്. നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു എന്താണ് എന്നെ ഇത്രത്തോളം പരീക്ഷിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്ത പാപം? നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാം, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് റബ്ബ് എനിക്ക് ഇങ്ങനെ തന്നത്? നമ്മുടെ ഒരു കുട്ടി മരിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ
പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ക്ഷമ ഒന്ന് നോക്കൂ. അദ്ദേഹം ആ താഴ്വരയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു രാത്രി കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുകയാണ്. അവശേഷിച്ച ഒരു മകനെ കൺമുന്നിൽ വെച്ച് ചെന്നായ തിന്നുകയാണ്. മറ്റൊരു ആകെ ഉണ്ടായിരുന്ന ഒട്ടകത്തിന്റെ പിന്നാലെ പോയപ്പോൾ ആ ഒട്ടകം തൊഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാലുകൊണ്ട് അടിച്ചുകൊണ്ട് ഇയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ സന്ദർഭത്തിലും അയാൾ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നില്ല, അള്ളാഹു എനിക്ക് വലിയ മുസീബത്ത് തന്നു എന്ന് പറയുന്നില്ല. മറിച്ച് പറയുന്നത് അള്ളാഹു എനിക്ക് ഒരു ഹൃദയം, നല്ല ഹൃദയവും അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചെല്ലാനുള്ള ലിസാനും ദാക്കിറും തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അൽഹംദുലില്ലാ പറയുകയാണ് അദ്ദേഹം. അപ്പൊ മഹാന്മാരായ അള്ളാഹുവിന്റെ എല്ലാ തീരുമാനങ്ങളെയും സംതൃപ്തിയോടെ അംഗീകരിക്കുന്ന, അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല, എനിക്ക് എന്ത് സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മളൊക്കെ പറയേണ്ടതില്ലല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. ചെറിയ ഒരു മുസീബത്ത് വരുമ്പോഴേക്കും നമ്മൾ വലിയ വായിൽ പരാതിപ്പെട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരെയും ശപിച്ചുകൊണ്ട് എനിക്ക് എന്ത് അള്ളയാണിത്, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും എന്നോട് എങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ട് ക്ഷമ കാണിക്കാൻ തീരെ കഴിവില്ലാത്ത ആളുകളാണ്. നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നല്ല ഈമാന് നൽകി അനുഗ്രഹിക്കട്ടെ, ഈമാൻ സലാമത്താക്കി നൽകട്ടെ. ആമീൻ. ഏതായാലും ഞാൻ മൈക്രിലിയാണ് എന്നെ സഹിച്ച നിങ്ങളോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ദുആകളിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തണം എന്നുകൂടി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ അബ്സിനാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈർ.